എവിടുന്ന് വരുന്നു? മുണ്ടക്കയം. അവിടെ ആരാ ഇവിടെ? മാമന്റെ. നീ കോഴിക്കോടല്ലേ? മാമന്റെ വീട്ടിൽ നിന്ന് എങ്ങനെയാ മാമന്റെ ബസ്സില്. ലുക്മാ ചേട്ടന്റെ അഭിനയം എങ്ങനെയുണ്ട്? മിടുക്കനാ. അത് ഉള്ളിന്ന് എന്താ അല്ല എങ്ങനെയായിരുന്നു എന്റെ അടുത്ത് ചോദിച്ചാൽ ആര് പറയുന്നത്? നിന്നോട് ചോദിച്ചാ നീ, എന്നോട് ചോദിച്ചാ നീ, നിന്നോട് ചോദിച്ചാ നീ. നിന്റെ പേരെന്താ? അവിടെ നീ പറയരുത് ഇപ്പൊ. എന്താ മനസ്സിലായ? ഇങ്ങനെ മറുപടി പറയരുത്. അപ്പൊ പറയാൻ പാടില്ല. എന്താ പേര്? സുധീഷ്. എന്താ? ഞാൻ ഔട്ടായില്ലേ? അല്ല വീണ്ടും വീണ്ടും ആദ്യം മുതൽ തുടങ്ങി ഫസ്റ്റ് അങ്ങനെ പറയാം. മൂന്നാള്. എന്താ പേര്? ദൃശ്യം. വീട് എവിടെയാ? കോഴിക്കോട്. ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഏതാ? 1ാം ക്ലാസ്. റിപ്പീറ്റ് ചെയ്താൽ പറയാൻ പാടില്ല. ഔട്ട്. എന്തേ ദൃശ്യം ഔട്ടായ? എങ്ങനെ? ദൃശ്യം ഔട്ടായി. ഇല്ല. രണ്ടാള്. എന്താ പേര്? ലുക്മാൻ. വീട് എവിടെയാ? ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 7. 1 എത്രയാ? 2 തോറ്റ്. എങ്ങനെ നോക്ക്? നീ ഇപ്പൊ തോറ്റ്. ഉത്തരം പറഞ്ഞിട്ടില്ല. എന്തിന്? ഔട്ട്. ലുക്ക് ഔട്ടായി. ഇവന്റെ സ്റ്റേജ് പ്രോഗ്രാം പറഞ്ഞാൽ എന്റെ വീട്ടുകാരൊക്കെ ഇരുന്ന് എല്ലാവരും ഇരുന്ന് കാണും, ഒരുമിച്ചിരുന്ന് കാണും. പക്ഷെ എന്താണെന്ന് അറിയില്ല, ഇവന്റെ വരുമ്പോ പെട്ടെന്ന് ചാനൽ മാറ്റും, കുട്ടികളൊക്കെ പെട്ടെന്ന് ചാനൽ മാറ്റും വേറെ ചാനൽ. പക്ഷെ ഞാൻ തിരിച്ച് ഇങ്ങോട്ട് തന്നെ വരും. പക്ഷെ എന്താ എനിക്ക് ഭയങ്കര എന്റർടൈൻമെന്റ് ആയിട്ട് തോന്നാറുണ്ട്. ദീപ്തി ഗൗതം അതിന് പുറകെ എന്തെങ്കിലും കഥയുണ്ടോ? അതായത് ഈ ദീപ്തി ഗൗതം എന്ന് പറയുന്നത് എന്റെ വൈഫാണ്. അപ്പൊ ഞാൻ ആദ്യമായിട്ട് കമ്പനി സ്റ്റാർട്ട് ചെയ്യണതും February 14 വാലന്റൈൻസ് ഡേയുടെ അന്നാണ് അവിടെ. അതുപോലെ തന്നെ ഒരു വാലന്റൈൻസ് ഡേയുടെ അന്നാണ് നമ്മൾ ഈ പടം ലോഞ്ച് ചെയ്യണത്. February 14 അന്ന് അത് സർപ്രൈസിങ് ആണ്. അതൊരു വാലന്റൈൻസ് ഡേ ഗിഫ്റ്റ്. ഈ പടം തന്നെ ഒരു വാലന്റൈൻസ് ഡേ ഗിഫ്റ്റ് ലവ് സ്റ്റോറി. ബ്യൂട്ടിഫുൾ കപ്പിൾസാ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ പടം തന്നെ ഒരു ഡെഡിക്കേഷൻ പോലെയാണ്. ഈഗോ ഇല്ലാണ്ട് വർക്ക് ചെയ്യണം എന്നുള്ള ഒരു കോൺസെപ്റ്റാണ് ഇതിൽ വേണ്ടത്. ഇപ്പൊ ഞങ്ങള് രണ്ടുപേരും അപ്പോൾ അതായത് ഒരു ഡിസിഷൻ എപ്പോഴും ഒരാളാണ് എടുക്കുക. അപ്പൊ ഈ പടത്തിൽ എന്ന് പറയുകയാണെങ്കിൽ അങ്ങനെയല്ല. നമ്മൾ ഒരാൾക്ക് ഓക്കെയാണ്, അടുത്ത ആൾ നമ്മൾ നോക്കും, രണ്ടാൾക്ക് ഓക്കെയാണ്, അങ്ങനെ രണ്ടും ഓക്കെ ഡബിൾ ഓക്കെ വരുമ്പോഴാണ് ഇത് നമ്മൾ കൺഫേം ചെയ്യണത്. അപ്പൊ അങ്ങനെ ഓരോ സ്റ്റേജിലും ചിലതിൽ എനിക്ക് ക്ലാരിറ്റി ഉണ്ടാവില്ല, കൂടുതൽ ക്ലാരിറ്റി CCK ആയിരിക്കും. ചില ഏരിയയിൽ എനിക്ക് ക്ലാരിറ്റി കൂടുതലുണ്ടാവും. അപ്പൊ നമ്മൾ അങ്ങനെ ഫിക്സ് ചെയ്തിട്ട് അങ്ങനെ പോയിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു രണ്ടുപേരും ഓക്കെ പറഞ്ഞു വെച്ചിട്ടാണ് എല്ലാം സെറ്റ് ചെയ്ത് പോണത്. ഈഗോ ഇല്ലാണ്ട് നമ്മൾ അങ്ങനെ പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ നല്ലതാണ്. കാരണം ഒരാളുടെ പുറത്ത് നോക്കുമ്പോ അത് രണ്ടായിട്ട് തോന്നില്ല. അശ്വിൻ ചേട്ടൻ അങ്ങനെ ഡയറക്ഷൻ, പ്രൊഡക്ഷൻ, ഇല്ല, ക്യാമറ, എഡിറ്റിംഗ് എഴുത്തുണ്ട്. റൈറ്ററാണ്. എനിക്ക് തോന്നുന്നു അടുത്ത 2 സിനിമകളും ഓണാണ്. ആഹാ, കൺഗ്രാറ്റുലേഷൻ. താങ്ക് യു. ഹായ് ഹലോ നമസ്കാരം. സൈന സോത്ത് പ്ലസിന്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ദിസ് ഇസ് മി ഷിജിന ജോസ് പ്രകാശ്. അതിഭീകര കാമുകൻ എന്ന ഏറ്റവും പുതിയ ചിത്രത്തിന്റെ വിശേഷങ്ങളുമായിട്ട് ഈ സിനിമയുടെ ക്രൂ മെമ്പേഴ്സ് ആണ് ഇന്ന് എൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്നത്. ഒരുപാട് സ്നേഹത്തോട് സ്വാഗതം ചെയ്തു. നമസ്കാരം. താങ്ക് യു. മലയാള സിനിമയിൽ ഒരുപാട് കാമുകന്മാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതിന് ടൈറ്റിൽ അതിഭീകര കാമുകനാണ്. ഇപ്പൊ ഡയറക്ടറോട് തന്നെ ചോദിക്കാം, ഈ കാമുകൻ ഈ സിനിമയിൽ എന്താ ഇത്ര പ്രത്യേകത? ഈ കാമുകൻ ശരിക്കും പറഞ്ഞാൽ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേകത ഇല്ല എന്നുള്ളതാണ്. ഇല്ല അതല്ല, ഒരു തേങ്ങ പറഞ്ഞു വരുന്നത് അതാണ് ഈ കാമുകന്റെ പ്രത്യേകത. അല്ല അങ്ങനെയല്ല. ബേസിക്കലി ലുക്കുനെ ഇതുപോലെ ഒരു ക്യാരക്ടർ ആരും കണ്ടിട്ടുണ്ടാവില്ല. അതായത് ഒരു റൊമാൻറ്റിക് ഒരു വേർഷൻ ഓഫ് ലുക്കു അത് കാണണമെന്നുണ്ടെങ്കിൽ അത് അതിഭീകരമായി കണ്ടാൽ തന്നെയാണ് അത് കാണാൻ പറ്റുള്ളൂ. ഞങ്ങളെ പല സിനിമകളിലും ഞാൻ കഴിഞ്ഞ ഇന്റർവ്യൂലും പറഞ്ഞു, ഇത്രയും റൊമാൻസ് കൈകാര്യം ചെയ്യുന്ന ഒരു നടൻ നമുക്കൊരു പ്രേമം തോന്നിപ്പോവും. ഇതിൽ അതിന്റെ ഒരു പീക്ക് ലെവലാണ് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത്. അതിന്റെ ഒരുപാട് ഞാനും ഒരുപാട് ഇങ്ങനെ ഇന്റർവ്യൂസിലൊക്കെ പലരും അത് പറയണ കേട്ടിട്ടുണ്ട്. പിന്നെ ഡാൻസിനൊക്കെ എല്ലാവരും പറയണ, ഡാൻസിൽ നമ്മൾ ഈ പടത്തിലൊരു ഭീകര പെർഫോമൻസ്, ഒരു പാട്ട് ഇറങ്ങാൻ നിൽക്കുന്നുണ്ട്. ഡെലുലു, പ്രൊമോ സോങ് ഡെലുലു എന്നാണ് പാട്ടിന്റെ പേര്. അത് പഠിത്തനായിട്ട് നമ്മൾ വരും. അതെ. അതുപോലെ തന്നെ അതായത് ഈ റൊമാൻറ്റിക് സൈഡ് ഓഫ് ലുക്ക് കുറച്ചും കൂടിയും സൂപ്പറായിട്ട് നമ്മൾ ഇതിൽ കാണിച്ചിട്ടുണ്ട്. ഭീകരമായിട്ട് എത്രത്തോളം ഭീകരമാവും ഞങ്ങൾക്ക് ഓൾറെഡി വായിക്കൊരു ന്യൂസ് തരുമല്ലോ, അതില് അടിമുടി ഒരു കാമുകനായിട്ടാണ് അതിഭീകര കാമുകൻ വരുന്നത്. കാമുകൻ പറയൂ, എങ്ങനെ എന്തൊക്കെ പ്രിപ്പറേഷൻ ഈ കഥാപാത്രത്തിന് എടുത്തു? ഈ കഥാപാത്രത്തിന് അല്ല, മാനസികമായിട്ട് ഞാൻ കുറച്ച് എന്തായാലും ഇനി പ്രണയിക്കാൻ റെഡി ആവാം എന്നുള്ള ഒരു കാരണം എല്ലാ സിനിമയിലും ആകെ കുറച്ച് ഇപ്പൊ ഞാൻ പ്രണയത്തിന്റെ ഷെയ്ഡ് ഉള്ളത് തന്നെ വളരെ എല്ലാ സിനിമയിലും കുറച്ചൊക്കെ ഉണ്ട് എന്നല്ലാതെ ഒരു ത്രൂ ഔട്ട് ഒരു റൊമാൻറ്റിക് മൂവി എന്നുള്ളൊരു സാധനം ഫസ്റ്റ് ടൈമാണ്. സത്യത്തിൽ അതിൻ്റെ ഒരു ടെൻഷനുണ്ട്. ഇത് എങ്ങനെ തിയേറ്ററിൽ വരും, നമുക്ക് നന്നായി തോന്നും. നമ്മുടെ ചുറ്റുള്ളവരൊക്കെ നല്ലതെന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും
പ്രേക്ഷകരുടെ മുന്നിൽ ഇത് എങ്ങനെ വരും, പ്രേക്ഷകർ എങ്ങനെ എടുക്കും എന്നുള്ളൊരു ഭയങ്കര ടെൻഷൻ ഉണ്ട്. ടെൻഷൻ ഉണ്ട്. പക്ഷേ ഒപ്പം തന്നെ കോൺഫിഡൻറ്റും ആണ്. ഇത് നമ്മൾ കാണുമ്പോൾ ഇതിൻ്റെ മേക്കിംഗ് ആണെങ്കിലും ഇതിൻ്റെ പുറകിൽ വർക്ക് ചെയ്ത ഒരു ഹാർഡ് വർക്കും എല്ലാം കൊണ്ടും ഇത് ഒരു എനിക്ക് തോന്നുന്നു എൻ്റെ ഒപ്പം തന്നെ ഇവരൊക്കെ ഡയറക്ടേഴ്സ് ആണെങ്കിലും റൈറ്റർ ആണെങ്കിലും ഇവരൊക്കെ ഇത് എങ്ങനെ വേണം, ലുക്ക് ഇത്ര കാലം എങ്ങനെയായിരുന്നു, അപ്പോൾ ലുക്ക് ഇങ്ങനെ പിടിക്കണം, നീ ഇതൊന്നും ഇങ്ങനെ പിടിച്ചോ, അങ്ങനെ ഭയങ്കരമായ സജഷൻസ് ഒക്കെ വന്ന് അങ്ങനെ ഉണ്ടായിട്ടുള്ളതാണ് അർജുൻ. അത് എങ്ങനെ വന്നിട്ടുള്ളതെന്ന് 14-ാം തീയതി കാണാം. എങ്ങനെ ഈ കഥാപാത്രത്തിൽ വരുന്നത് എങ്ങനെയാ? ഇതിലേക്ക് വരുന്നത് സുജയ് ചേട്ടൻ ത്രൂ ആണ് വരുന്നത്. സുജയ് നമ്മുടെ റൈറ്ററാണ്. നമ്മുടെ റൈറ്ററാണ്. അപ്പോൾ സുജയ് ചേട്ടൻ്റെ നമ്പർ എൻ്റെ ഫോണിൽ ഓൾറെഡി സേവ്ഡ് ആയിരുന്നു. സുജയ് ഡയറക്ടർ എന്ന് പറഞ്ഞിട്ട് ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു ദിവസം ജിമ്മ് കഴിഞ്ഞ് ഞാൻ താഴെ വരുമ്പോൾ ഇങ്ങനെ ഒരു കോള് വന്നു. അപ്പോൾ ഇങ്ങനെ ഒരു പടം ഉണ്ട്, ഒന്ന് സ്ക്രിപ്റ്റ് കേൾക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അടുത്ത ദിവസം തന്നെ സി സി ബ്രോവും സുജയ് ചേട്ടനും വീട്ടിൽ വന്നു. ഞാൻ, അമ്മ, അച്ഛൻ, ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് കഥ കേട്ടു. യൂഷ്വലി എനിക്ക് എന്ത് കഥ കേട്ടാലും ഞാനിങ്ങനെ സോൺ ഔട്ടായി പോകുന്ന ഒരാളാണ്. എനിക്ക് ഈ കഥ സുജയ് ചേട്ടനും സി സി ബ്രോവും നറേറ്റ് ചെയ്ത രീതി, അതായത് ഭയങ്കര ട്വിസ്റ്റും ടേണും ഉണ്ടെന്നല്ല പറയുന്നത്, പക്ഷെ എന്നാലും നമ്മൾ പിടിച്ചിരുത്തുന്നുണ്ട് ആ നറേഷനിൽ. അത് എനിക്ക് ഭയങ്കര അട്രാക്റ്റീവായിട്ട് തോന്നി. കാരണം എനിക്ക് യൂഷ്വലി അങ്ങനെ ഞാൻ ഇങ്ങനെ സോൺ ഔട്ടായി പോകുന്ന ഒരാളാണ്. ഞാൻ സ്ക്രിപ്റ്റ് കേൾക്കാൻ തന്നെ അച്ഛനും അമ്മയും കൂടി ഇരുത്തുന്നതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ഞാൻ സോൺ ഔട്ടായി വേറെ എവിടെയെങ്കിലും എത്തി തിരിച്ചു വരുമ്പോഴേക്ക് കഥ എവിടെയെങ്കിലും എത്തിണ്ടാവും. അപ്പോൾ അമ്മയും അച്ഛനും കേട്ട് ഇത് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞു തരും. അതിനേത് പക്ഷേ ഈ സ്റ്റോറി ഞാൻ അങ്ങനെ കേട്ട് എനിക്ക് അതൊരു ഭയങ്കര ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു സംഭവമായിട്ട് തോന്നി. അങ്ങനെ വീട്ടുകാർക്കും ഒക്കെ ഇഷ്ടപ്പെട്ടു, സ്ക്രിപ്റ്റ് എനിക്കും ഇഷ്ടമായി, അങ്ങനെ ചെയ്തു. അത് ബേസിക്കലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഒരു പുതുമുഖം എന്നുള്ളൊരു പരിപാടിയായിരുന്നു നമ്മൾ ഇനിഷ്യലി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങനെ ഫിൽട്ടർ ചെയ്ത് ഞങ്ങൾ ഒരു 3-4 ഓപ്ഷനിലേക്ക് എത്തിയ സമയത്ത് അപ്പോഴാണ് നമ്മൾ ഒരു പടം ഓൾറെഡി ആക്ട് ചെയ്ത് ഹിറ്റ് അടിച്ച് വെച്ചിട്ടുള്ള ഒരാളാണ്. പിന്നെ നോക്കുമ്പോൾ ഒരു ബ്രേക്ക് നമുക്ക് ആരും കണ്ടിട്ടില്ല, കുറെ ദിവസമായിട്ട് കണ്ടിട്ടില്ല. അപ്പൊ ഞങ്ങൾ ചോദിച്ചാൽ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ അതൊരു എന്താ പറയാ, ആൾക്കാർക്ക് ഫെമിലിയർ ആണ്, എന്നാൽ കുറച്ച് ദിവസം കണ്ടിട്ടില്ല, അവർക്ക് വീണ്ടും കാണാം എന്നുള്ള ഒരു പരിപാടി കാരണമാണ് നമ്മൾ അതിലോട്ട് ഫിക്സ് ചെയ്തത്. അങ്ങനെ ഫ്രഷ് ഫീൽ ഉണ്ട്. ഓ തീർച്ചയായിട്ടും, കുറെ കാലത്തിന് ശേഷം അഭിനയിക്കുന്ന അവർക്കും ഫ്രഷ് ഫീൽ ഉണ്ട്. ഇവൻ നമുക്ക് എല്ലാ നായകന്റെ കൂടെ നമുക്ക് കട്ടൊക്കെ കൂടെ നിൽക്കുന്ന ഒരു ചെങ്ങായി ഉണ്ടാവും. ഇപ്പം ഞാനുണ്ട്, കാർത്തിയുണ്ട്. അതുപോലെ തന്നെ കൂടെ നിൽക്കുന്ന കട്ടൊക്കെ നിൽക്കുന്ന ഒരു ചെങ്ങായിട്ട് തന്നെയാണ്. അതെ, എന്റെ നാട്ടിലെ കൂട്ടുകാരന്മാരല്ല നാട്ടിലെ കൂട്ടുകാരൻ അതില് ഓനെ ഹാൻഡിൽ ചെയ്യുന്ന ഓന്റെ കൂടെ എല്ലാത്തിനും നിൽക്കുന്ന ഒരു ചങ്ക്, ഒരു നാടൻ ചങ്ക്. ഇപ്പൊ നമ്മൾ പണ്ട് കോമഡി കഥാപാത്രങ്ങൾ ചെയ്ത ആളുകളൊക്കെ ഇപ്പൊ വരുമ്പോ നമുക്ക് മനസ്സിലാവില്ല ഇവരൊരു വില്ലനാണോ, നമുക്ക് ഗസ് ചെയ്യാൻ പറ്റില്ല, ചിലപ്പോ ഇനി പറയാനും പറ്റില്ല. അങ്ങനത്തെ കുറെ സംഭവങ്ങള് നമുക്ക് വെയിറ്റിംഗ് ആണ്. നമ്മൾ ട്രെയിലറിൽ കണ്ട ഒരു പരിപാടി എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ബേസ് സംഭവം മാത്രമാണ്. നമ്മൾ ഈ പടത്തിന്റെ ഒരു സൈഡ് മാത്രമേ കാണിച്ചിട്ടുള്ളൂ. ഈ പടത്തില് കുറെ ഫ്ലേവേഴ്സും ഏരിയാസും ഉണ്ട്. അതിലൊരു മെയിൻ ക്യാരക്ടറിൽ വരുന്ന ആളാണ് അശ്വിൻ. ഒരു ഭീകര ക്യാരക്ടർ ആളുപോലെ അറിഞ്ഞില്ല ഞാൻ വില്ലനാണ് എന്നൊക്കെ. ഇപ്പൊ 6 വർഷത്തിന് ശേഷം ഒരിടവേള കഴിഞ്ഞ് വീണ്ടും കോളേജിലോട്ട് പോവാണ്. അപ്പൊ 6 വർഷത്തിന് ശേഷം നിങ്ങൾക്ക് 4 പേർക്കും ചിന്തിച്ചിട്ടുണ്ടാവില്ല എപ്പോഴും ഒരു ജോലി കിട്ടി കഴിഞ്ഞാൽ തിരിച്ച് കോളേജ് ലൈഫ് മിസ് ചെയ്യുന്നവരുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. ഉണ്ട്. അപ്പം 6 വർഷത്തിന് ശേഷം അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾ തിരിച്ച് കോളേജിലേക്ക് പോവാണ്, അങ്ങനെ ഒരു ചാൻസ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ എന്തായിരിക്കും മറുപടി പറയാ? അങ്ങനെ ആഗ്രഹം ഉണ്ടോ? പഠിക്കാനാണോ അതോ പഠിക്കാനും എനിക്ക് താല്പര്യമുണ്ട്. ഞാൻ കോളേജ് ജോയിൻ ചെയ്ത് മറ്റേ കോവിഡ് ടൈം ആയിരുന്നു. അപ്പൊ കോളേജ് ലൈഫ് നല്ലോണം അപ്പൊ കോളേജ് ലൈഫ് ഞാൻ ആക്ച്വലി നല്ലോണം മിസ് ചെയ്തു. കോവിഡും അതുമായിട്ട് അതിനങ്ങോട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ ഒന്നും കൂടി ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി തീർച്ചയായിട്ടും പോവും. അല്ല, എനിക്ക് അങ്ങനെ പോവുകയാണെങ്കിൽ കോളേജ് എനിക്ക് അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. എനിക്ക് എൻ്റെ സ്കൂൾ അല്ലെങ്കിൽ കാലഘട്ടത്തിൽ ഏറ്റവും ഫേവറേറ്റ് 7ാം ക്ലാസ് ആണ്. അത് എനിക്കറിയില്ല 7ാം ക്ലാസ്സിൽ ഞാൻ 5ാം ക്ലാസ്സിലാണ് തോറ്റത്. 5ാം ക്ലാസ്സിൽ തോറ്റിരുന്നു. 7 തോറ്റിട്ടൊന്നുമില്ല, 5 തോറ്റിരുന്നു. 7 നമ്മൾ ജയിപ്പിക്കില്ലേ? അമ്മ പറഞ്ഞു തോപ്പിച്ചാന്നൊക്കെ. അല്ല, ഞാനേ 5 തോറ്റാ. 7 5 തോക്കൂ.
ചിലരൊക്കെ ഇന്ന് കുറച്ച് പഠിത്തത്തിലൊക്കെ കുഴപ്പമോ പഠിപ്പിച്ചായിട്ടാ അല്ല 7ാം ക്ലാസ് എനിക്ക് എന്താ അറിയില്ല എന്നാ പറയാ ഞാൻ ആ സമയത്തുണ്ടായിരുന്ന എൻ്റെ സുഹൃത്തുക്കൾ എല്ലാവരും ഒന്നും ഇപ്പോൾ കൂടെ ഇല്ല എന്നുവെച്ചാൽ ഭൂരിപക്ഷവും കൂടെ ഇല്ല കാരണം അധികമായിട്ടില്ല കുറച്ചായിട്ടുള്ള എങ്കിൽ പോലും അല്ലെങ്കിൽ പോലും എനിക്ക് ഞാൻ എന്താ പറയുക 7ാം ക്ലാസ്സിലാണ് എനിക്ക് ഫസ്റ്റ് 6 കഴിഞ്ഞ് 7ലേക്ക് വരുമ്പോഴാണ് നാടകത്തിൽ ബെസ്റ്റ് ആക്ടറൊക്കെ കിട്ടുന്നത്. സ്കൂൾ കലോത്സവം കഴിഞ്ഞ് സബ് ജില്ലയിലൊക്കെ ഈ ആ സമയത്ത് എനിക്ക് കിട്ടുന്ന നാടകപരമായി കിട്ടുന്ന സപ്പോർട്ടും അല്ലെങ്കിൽ ഞാൻ സ്കൂൾ ടൂറൊക്കെ പോകുമ്പോൾ ഞാൻ വരണം, ഞാൻ ഉണ്ടെങ്കിലേ പിള്ളേർ പോകും, അങ്ങനെ അല്ല അങ്ങനെയല്ല, അങ്ങനെ ഒരു ടോട്ടാലിറ്റി 7ാം ക്ലാസ് ആണ് അപ്പൊ പറയാലോ. അത് 100% നമ്മൾ അക്സെപ്റ്റ് ചെയ്യും. ഭയങ്കര ഞങ്ങള് ഷൂട്ട് നടക്കുന്ന സമയത്ത് പലപ്പോഴും ഞങ്ങളുടെ വീട്ടിൽ കുറെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ എല്ലാവരും അപ്പൊ ഞങ്ങള് വീട്ടിലുള്ള സമയത്ത് ഇതുമാതിരി ഒരു എന്റർടൈനർ കാണാൻ പറ്റില്ല. അശ്വിന്റെ അടുത്ത് കുറെ ഗെയിംസ് ഉണ്ട്. അത് അവിടെ ഉള്ള ഒരാളല്ല, ഈവൻ എന്റെ വീട്ടില് അമ്മയായാലും എല്ലാവരും, അതായത് കുഞ്ഞു കുട്ടികളോട്ട് വലിയ ആൾക്കാർ വരക്കി എല്ലാരും എന്റർടൈൻ ചെയ്യും. വ്യാമു എന്നാണ് പേര്. ചാട്ടന്റെ മോനും അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ അല്ല അത് ഞാൻ എല്ലാം എൻ്റെ അടുത്തറിയാവുന്ന എൻ്റെ കൂടെ പഠിച്ച എല്ലാ ഫ്രണ്ട്സിനും ഒരു ആൾക്കാരൊക്കെ അറിയുന്ന 7ാം ക്ലാസ് എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആണ്. ഞങ്ങളത് ഇമാജിൻ ചെയ്യാം. അന്നത്തെ ഞങ്ങളത് എ വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്യും. പണ്ടത്തെ 7ാം ക്ലാസ് പ്ലസ് 2 ഉണ്ട്, 2 പ്ലസ് 2 പഠിച്ചിരിക്കുന്നു, ഡിഗ്രി കുറച്ച് പോയിട്ടുണ്ട്. പക്ഷെ എങ്കിൽ പോലും ഒന്നുകൊണ്ട് ഫുള്ളാക്കി പറഞ്ഞാണല്ലോ അതേ സ്കൂളിൽ തന്നെ പെയിന്റ് അടിക്കാൻ പോയപ്പോ അപ്പൊ അതൊക്കെ ഉണ്ടെങ്കിൽ പോലും എനിക്ക് 7ാം ക്ലാസ് അല്ല എനിക്കങ്ങനെ കോളേജിലൊന്നും പോകണമെന്നില്ല, പോയില്ലല്ലോ. പക്ഷെ പോയ കാലം അടിപൊളിയായിരുന്നു. കോളേജിൽ ഞാൻ പോയിട്ടുണ്ട്, ഫുള്ളായി പോയിട്ട് 4 വർഷം പോയി. 4 വർഷം എഞ്ചിനീയറിംഗ് പോയിട്ടുണ്ട്. അപ്പോ ഇനി അവിടെ പോണ്ട. പക്ഷെ അത് മോശമായിരുന്നല്ല. ആ 4 വർഷം ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് അടിപൊളിയായിട്ട്. പിന്നെ ഇനി അവിടെ പോയിട്ട് തിരിച്ചു വരുമ്പോ ഇതുപോലെ ഇവിടെ എത്തുമെന്നുള്ള സംശയമാണ്. അല്ല അങ്ങനെ പോകാൻ ആർക്കും ആഗ്രഹം ചിലർക്ക് കണ്ടോ ചെറുതായിട്ട് ഒന്ന് അവിടെ പോയി ഒന്ന് തിരിച്ചു വരണം എന്നുള്ളത്. എനിക്ക് പോണം തോന്നിയ ഇടയ്ക്ക് ഞാൻ ജോയിൻ ചെയ്യും. അതുപോലെ ഞാൻ ജോയിൻ ചെയ്താണ് ഫിലിം മേക്കിംഗ് കോഴ്സ് 6 months SAI ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട്. അപ്പൊ SAI ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞിട്ട് ഓസ്ട്രേലിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. അവിടെ പോയിട്ട് ഞാൻ ഫിലിം മേക്കിംഗ് 6 months കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു. ഇപ്പൊ റീസെന്റ് ഒരു 3-4 കൊല്ലം മുമ്പ് MBA ഇൻ ഓപ്പറേഷൻസ് മാനേജ്മെന്റ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ പഠിക്കണം തോന്നുമ്പോൾ നമ്മൾ അതെനിക്ക് ആ ഒരു ഇത് ഇഷ്ടമുണ്ടെങ്കിൽ അങ്ങനെ പോകുന്നുള്ള സംഭവമാണ്. ഇപ്പൊ കോവിഡ് സമയത്ത് എനിക്ക് വേറെ ഒരു പണിയില്ല, എല്ലാം ഓഫീസെല്ലാം ഓഫായിരുന്നു. അപ്പൊ ആ സമയത്ത് ഈ കോഴ്സ് ഉണ്ടായിരുന്നു. അപ്പൊ 2 year ഇതിന് വേണ്ടിയിട്ട് MBA എടുത്തു. അങ്ങനെ ഇടയ്ക്ക് പോകുന്നുണ്ട്. വെറുതെ ഈ സിനിമയിൽ നായകൻ 6 വർഷം കഴിഞ്ഞ് കോളേജ് വിട്ടത്. ഇവ 2 ഡയറക്ടേഴ്സ് ആണ്. ഇപ്പം നമ്മുടെ മലയാള സിനിമയില് ലാൽ സിദ്ദിഖ് സാർ പോലുള്ള നല്ല ഹിറ്റ് സിനിമകൾ സമ്മാനിച്ചിട്ടുണ്ട്. അപ്പൊ എപ്പോഴും നമുക്ക് ആളുകൾക്ക് കൗതുകമുള്ളത് ഈ 2 പേര് ഡയറക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് എങ്ങനെയാ ഒരുമിച്ച് നമ്മുടെ അഭിപ്രായങ്ങൾ വ്യത്യാസം ഉണ്ടാവോ, എങ്ങനെ ഇത്ര ഇല്ല അങ്ങനെയല്ല. അതായത് അല്ല അങ്ങനെയല്ല. അതായത് നമ്മള് ഒരു ഈഗോ ഇല്ലാണ്ട് വർക്ക് ചെയ്യണം എന്നുള്ള ഒരു കോൺസെപ്റ്റ് ആണ് ഇതിൽ വേണ്ടത്. അപ്പൊ ഞങ്ങള് 2 പേരും അപ്പൊ അതായത് ഒരു ഡിസിഷൻ എപ്പോഴും ഒരാളാണ് എടുക്കുക. അപ്പൊ ഈ പടത്തിൽ എന്ന് പറയുകയാണെങ്കിൽ അങ്ങനെയല്ല. നമ്മൾ ഒരാൾക്ക് ഓക്കെ ആണ്, അടുത്ത ആൾ നമ്മൾ നോക്കും, 2 ആൾക്ക് ഓക്കെ ആണ്, അങ്ങനെ 2 ഓക്കെ ഡബിൾ ഓക്കെ വരുമ്പോഴാണ് ഇത് നമ്മൾ കൺഫേം ചെയ്യണത്. അപ്പൊ അങ്ങനെ ഓരോ സ്റ്റേജിലും ചിലതിൽ എനിക്ക് ക്ലാരിറ്റി ഉണ്ടാവില്ല, കൂടുതൽ ക്ലാരിറ്റി CCK ആയിരിക്കും. ചില ഏരിയയിൽ എനിക്ക് ക്ലാരിറ്റി കൂടുതലുണ്ടാവും. അപ്പൊ നമ്മൾ അങ്ങനെ ഫിക്സ് ചെയ്തിട്ട് അങ്ങനെ പോയിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു 2 പേരും ഓക്കെ പറഞ്ഞു വെച്ചിട്ടാണ് എല്ലാം സെറ്റ് ചെയ്ത് പോണത്. ഈഗോ ഇല്ലാണ്ട് നമ്മൾ അങ്ങനെ പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ നല്ലതാണ്. കാരണം ഒരാളുടെ നോക്കുമ്പോ അത് 2 ആയിട്ട് തോന്നില്ല. ഇവരുടെ ഡിസ്കഷൻ നടക്കുന്നത് നമ്മൾ നോക്കുമ്പോ അവിടുന്ന് ഒറ്റ പരിപാടിയായിരിക്കും. പക്ഷെ നമ്മൾ ഇന്റർണലി ഇങ്ങനെ ഇരുന്നിട്ട് അപ്പോഴൊപ്പം ഇരുന്നിട്ടില്ല ഡിസ്കസ് ചെയ്ത് കാണുമ്പോഴും നമ്മൾ മോണിറ്ററിന്റെ അവിടെയായാലും ഒക്കെ നമ്മൾ ഒരുമിച്ചായിരിക്കും. അപ്പൊ നമ്മൾ നമുക്ക് എന്തെങ്കിലും തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കും. നമ്മൾ ചിലപ്പോൾ ഒരു ടേക്ക് വേണ്ടി വരും അഡീഷണൽ, ചിലപ്പോൾ വേറെ എന്തെങ്കിലും ചിലപ്പോൾ ആർട്ട് റിലേറ്റഡിൽ എന്തെങ്കിലും സാധനങ്ങൾ ആഡ് ചെയ്യാനായിരിക്കാം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. അപ്പൊ നമ്മൾ അത് ഇൻകോപ്പറേറ്റ് ചെയ്യും, വീണ്ടും അത് എടുക്കും, അത് ഓക്കെ ആക്കും. അങ്ങനെയാണ് നമ്മൾ ഫുള്ള് പോണത്. ഇപ്പൊ നമ്മൾ അഭിനയിക്കുന്ന സമയത്ത് ക്യാമറ ടെക്നിക്കൽ വശങ്ങളും നമ്മൾ എപ്പോഴും പഠിക്കണം എന്നൊക്കെ പറയാറുണ്ട്. അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ആഗ്രഹവും ഇഷ്ടവും കാരണം പഠിച്ചെടുക്കാറുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ ആക്ടിങ് അല്ലാതെ തന്നെ ഏതെങ്കിലും ടെക്നിക്കൽ മേഖലയിൽ പ്രവർത്തിക്കണമെന്നുണ്ടോ? ആക്ടിങ് ഇതൊന്നും ശരിയാക്കിട്ട് നന്നാക്കിട്ട് അടുത്തേക്ക് പോകാന്നാണ്. ഞാൻ ശരിക്കും പറഞ്ഞ ടെക്നിക്കലിന്ന് വേറൊരു സൈഡ് പിടിച്ചതാണ് ഈ സൈഡ്. ഇതെന്റെ പാഷനാണ്. ചെറുതായിട്ടൊന്ന്
ചെറുതായിട്ട് വലിയ കാര്യമായിട്ടൊന്നുമല്ല, ചെറിയൊരു ഒരു PT മാസ്റ്റർ ഒരു റോള് മാത്രം ചെയ്തിട്ടുണ്ട്. സീനും കൂടെ അപ്പൊ എന്നെ സംബന്ധിച്ചോളം സീനല്ല. അല്ല അങ്ങനെയല്ല, ഇവരെല്ലാവരും മൂവി ഓറിയന്റഡ് ആണ്. അപ്പൊ എന്നെ സംബന്ധിച്ചോളം ഞാൻ മൂവി ഓറിയന്റഡ് അല്ല. അപ്പൊ എനിക്ക് എന്ന് പറയണത് മൂവി ഒരു പാഷനാണ്. അപ്പൊ അതിൽ നിന്ന് ഒരു ടൈം മാറ്റി വെച്ചിട്ട് ഇത് ചെയ്യണം എന്നുള്ള ഒരു ഇതുകൊണ്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തതാണിത്. അപ്പൊ എനിക്കിത് ഡിഫറെന്റ് ആണ്. അപ്പൊ ഞാൻ ഓൾറെഡി ഈ പറഞ്ഞ മാതിരി ഹനീഫ് അദേനിയുടെ അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ ഞാൻ 2 പടം വർക്ക് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ ഇതൊക്കെ എന്ന് പറയുമ്പോൾ ഒരു പാഷന്റെ പുറത്ത് ചെയ്യണതാണ്. പുള്ളി എൻ്റെ ക്ലോസ് ഫ്രണ്ടാണ്. അപ്പൊ നമ്മൾ അങ്ങനെ അത് അങ്ങനെ തന്നെ വർക്ക് ചെയ്ത് നമുക്ക് ഇതിനോട് വർക്ക് ചെയ്യണം എന്ന് ആഗ്രഹമുള്ളതുകൊണ്ട് ചെയ്യണതാണ്. അതെ, അങ്ങനെ. അപ്പൊ ഇതെനിക്ക് ഡിഫറെന്റ് ആണ്. ബേസിക്കലി ഞാൻ എഞ്ചിനീയറിംഗ് ഫീൽഡിലുള്ളതാണ്. ഇത് എൻ്റെ ഒരു പാഷൻ ചെയ്യണതാണ്. അപ്പൊ അതെ. അശ്വിൻ ചേട്ടൻ അങ്ങനെ ഡയറക്ഷൻ, പ്രൊഡക്ഷൻ, ഇല്ല, ക്യാമറ, എഡിറ്റിംഗ് എഴുത്തുണ്ട്. റൈറ്ററാണ്. ഇപ്പൊ എനിക്ക് തോന്നുന്നു അടുത്ത 2 സിനിമകളും ഓണാണ്. Thank you. പേരും കൂടെ വരുന്നൊക്കെ. ഇവിടെ ദീപ ഗൗതം പ്രസൻസ്. ദീപ്തി ഗൗതം. അതായത് ദീപ്തി ഗൗതം. അതിന് പുറകെ എന്തെങ്കിലും കഥയുണ്ടോ? അതായത് ഈ ദീപ്തി ഗൗതം എന്ന് പറയുന്നത് എൻ്റെ വൈഫാണ്. അപ്പൊ ഞാൻ ആദ്യമായിട്ട് കമ്പനി സ്റ്റാർട്ട് ചെയ്യണതും February 14th വാലന്റൈൻസ് ഡേയുടെ അന്നാണ് അവിടെ. അതുപോലെ തന്നെ ഒരു വാലന്റൈൻസ് ഡേയുടെ അന്നാണ് നമ്മൾ ഈ പടം ലോഞ്ച് ചെയ്യണത്. February 14th അന്ന് അത് സർപ്രൈസിങ് ആണ്. അതൊരു വാലന്റൈൻസ് ഡേ ഗിഫ്റ്റ്. ഈ പടം തന്നെ ഒരു വാലന്റൈൻസ് ഡേ ഗിഫ്റ്റ്, ലവ് സ്റ്റോറി. Beautiful couples ആ. ഭയങ്കര അതിന്റെ എല്ലാം ഉണ്ട്. അതിന്റെ എല്ലാം ഈ സിനിമയിലുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ഈ പടം തന്നെ ഒരു ഡെഡിക്കേഷൻ പോലെയാണ്. ഡെഡിക്കേറ്റ് ചെയ്യണു എന്നുള്ള ഒരു ലെവലിലാണ്. അതെ. സിനിമ തന്നെ കൊടുക്കുന്നു. ഇങ്ങനെയുള്ള ഭർത്താക്കന്മാരുണ്ട്. ദീപ്തി ചേച്ചിയോടാണ് ഞങ്ങൾക്ക് നന്ദി പറയുന്നത്. ഇത് ചേച്ചി എല്ലാ വർഷവും ഇങ്ങനെ ഒരു ഗിഫ്റ്റ് ചോദിച്ചു മേടിക്കണം. അല്ല ഇത് നന്നായി വരികയാണെങ്കിൽ നമുക്ക് അടുത്ത February 14th അടുത്തത് ചെയ്യാൻ പറ്റട്ടെ. അതെ. ഞാൻ എന്തായാലും ഇടക്കിടക്ക് വിളിക്കുള്ളൂ. എന്താണ് ഈ വർഷം ഗിഫ്റ്റ് ഒന്നും ഇല്ലേ? ഇപ്പൊ ഞാൻ പണ്ടൊരു 3 വർഷം മുമ്പ് അശ്വിൻ ചേട്ടൻ ഒരു ഇന്റർവ്യൂ ഇട്ടുണ്ടായിരുന്നു. അപ്പൊ ചേട്ടൻ ആദ്യം പടം തുടങ്ങിയത്. അപ്പൊ ചേട്ടനോട് ചോദിച്ചു എന്താ ചേട്ടൻ്റെ ഒരു ഹാപ്പിനെസ് എന്ന് ചോദിച്ചപ്പോ ചേട്ടൻ എന്ന് പറഞ്ഞത്, ഇന്ന് എന്നെ ആളുകൾ അക്സെപ്റ്റ് ചെയ്യുന്നു, എന്റെ ഫാമിലി അക്സെപ്റ്റ് ചെയ്യുന്നു, അപ്പൊ എന്റെ പേരിലാണ് വീട്ടിലൊക്കെ ഇപ്പൊ അറിയപ്പെടുന്നത്, അതാണ് എന്റെ സന്തോഷം എന്ന്. ഇപ്പൊ 3 വർഷം കഴിഞ്ഞു, 2025 ഇപ്പൊ ഞാൻ ചോദിക്കുകയാണ് എന്താണ് ചേട്ടന്റെ ഹാപ്പിനെസ് ചോദിക്കുകയാണെങ്കിൽ? അല്ല, അത് തന്നെ നമ്മള് അതൊന്നും അപ്ഡേറ്റ് ആയി, ഒന്ന് വളർന്നു അത്രേ ഉള്ളൂ. അല്ലാതെ ഇപ്പൊ വീട് മൊത്തമല്ല നാട് മൊത്തം സന്തോഷിക്കുന്നു. ഇപ്പൊ കുറച്ചും കൂടെ ഇതിനകത്തും അന്ന് തുടക്കക്കാരനായിരുന്നു. അപ്പൊ കുറച്ചും കൂടെ ഇതിനകത്ത് കുറച്ചും കൂടെ ഇൻവോൾവ് ആവാൻ പറ്റി. കുറച്ചുകൂടെ നല്ല പരിപാടികൾ ചെയ്യാൻ ഇനിയിപ്പം മുന്നോട്ടേക്ക് ആയിട്ടാണെങ്കിലും കുറച്ച് നല്ല സിനിമകൾ വരുന്നുണ്ട്. അപ്പൊ അതും കൂടെ ഒക്കെ സംഭവിച്ച് ഒന്ന് സ്റ്റാൻഡ് ആയിട്ടില്ല, ഒന്നും ഹാൻഡിൽ ആയിട്ടില്ല. അതും കൂടെ ഒക്കെ സംഭവിച്ച് കഴിയുമ്പോൾ ഭാവിയിൽ ലുക്മാനെ പോലെയൊക്കെ മുന്നോട്ട് നന്നായിട്ട് അല്ല, ഞങ്ങള് ഫാൻ ബോയ്സ് ആണ്. ഞങ്ങൾ ജെൻസി മൊത്തം ഫാൻ ബോയ്സ് ആണ്. നമ്മളെല്ലാരും ജെൻസി ആയോണ്ട് ഞങ്ങൾ ജെൻസി പറയുമ്പോ നീ ആരെ കൂട്ടുപിടിച്ചല്ലേ? നിങ്ങളുടെ ഹാപ്പിനെസ് എന്താണെന്ന് ചോദിക്കാൻ എന്താണ് ഹാപ്പിനെസ്? അങ്ങനെ ഓക്ക് തിന്നാ പറഞ്ഞ പിന്നെ ഒരു സോൺ ഔട്ടും അതിനപ്പുറം അധികം ചിന്തിക്കൊന്നുമില്ല. ഇടയ്ക്ക് കട്ടാവുക, എവിടെയോ പോയി തിരിച്ചു വരിക. ഇതിനപ്പുറം നിശ്ചയിക്കുണ്ടോന്ന് എനിക്കറിയില്ല. പറഞ്ഞ ഇതൊക്കെ തന്നെ ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ സന്തോഷം തന്നെ കേട്ടോ. അല്ല, നന്നായി ഉറങ്ങാൻ പറ്റും. അല്ലേ ഇവിടെ സംബന്ധിച്ചുള്ള എനിക്ക് തോന്നുന്നു ഇവള് ഭയങ്കര ബ്ലെസ്സിങ് ഉള്ള ഒരു ക്യാരക്ടറാണ്. അല്ല, എനിക്ക് തോന്നുന്നു ഇവളെ അമ്മ ഇവളെ വേറെ പതിപ്പ അവളെ അമ്മ വൺ വൈബ് ഫാമിലിയാ, ഉഗ്ര ഫാമിലിയാ. എനിക്ക് തോന്നുന്നു ഈ ഭയങ്കരമായിട്ട് ഒരു സ്ട്രെസ് ഒന്നും അനുഭവിച്ചിട്ട് വന്നിട്ടില്ലാവില്ല എന്ന് തോന്നുന്നു. അതന്നെയല്ലേ ഏറ്റവും വലിയ ബ്ലെസ്സിങ്. ഭയങ്കര സപ്പോർട്ട് ഒപ്പം വന്നല്ല എന്നെ ഫോളോ ചെയ്യാനൊക്കെ സപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ തോന്നി. പിന്നെ ഒരുമിച്ച് റീൽസ് ചെയ്യാ, അതുപോലെ പടത്തിൽ അഭിനയിക്കാൻ വരുമ്പോ ഇൻസ്റ്റാഗ്രാമിലും പല റീൽസും നമ്മൾ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് എവിടെയെങ്കിലും ട്രിപ്പ് പോകുമ്പോൾ ഇത് ക്രിയേറ്റ് ചെയ്യണം, അതിനായിട്ടൊരു ടൈം കണ്ടെത്തുന്നുണ്ട്. അതാണ് ജോലിയാണ്. ഇൻഫ്ലുവൻസർ എന്നൊക്കെ. ഓക്കെ, ഇപ്പൊ നിങ്ങൾ 4 പേരും ഈ പറഞ്ഞ പോലെ 6 വർഷം ശേഷം കോളേജിൽ പോവാണ്. അല്ല, ഓ മാത്രമേ പോകുള്ളൂ. അവൻ നാട്ടിൽ തന്നെ. നിങ്ങൾ
ഞാൻ കൊണ്ടുവരാണ് ഓ ഞങ്ങളെ കൊണ്ടുപോകണം ഓ, ഓക്കെ ആ ഓക്കെ ഓക്കെ ഞാനാണ് നിങ്ങളുടെ സൂപ്പർ സീനിയർ. ഓക്കെ കറക്റ്റ് ഇപ്പൊ കറക്റ്റ് അല്ലെങ്കിൽ പിള്ളച്ചക്കളത്. അതെ അപ്പൊ നിങ്ങൾ 4 പേര് എന്റെ ജൂനിയേഴ്സ് ആണ്. നിങ്ങൾ വരികയാണ്, എന്റെ മുമ്പിലാണ് പെട്ട് റാഗിങ് ഒന്നല്ല കേട്ടോ. കേസ് കൊടുക്കുന്നു. അപ്പൊ ഫ്രഷേഴ്സ് ഡേ ആണ്. അപ്പൊ 4 പേർക്ക് ഞാനൊരു കുഞ്ഞി ടാസ്ക് തരാണ്. ഓക്കെ, ഇന്റർവ്യൂ ആക്കണം എന്നോട് പ്രത്യേകം പറഞ്ഞു. ഓക്കെ, ഇതാണ് ടാസ്ക്. ഇഷ്ടമുള്ളത് എടുക്കാം കേട്ടോ, കിട്ടുന്ന പോലെ. ആദ്യം ലുക്കിന് പോട്ടെ. ആദ്യം ഡയറക്ടർ, പിന്നെ ആക്ടർ, ആക്ട്രസ്, പിന്നെ കൂട്ടുകാരൻ. അല്ലേ ഇത് പറ്റുമോ നോക്കട്ടെ. ഫണ്ട് ഇന്റർവ്യൂ ആക്കണമെന്ന് ഇത്രയും ഫണ്ടായിരിക്കും ഞാൻ പ്രതീക്ഷിച്ചില്ല. ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ അയ്യോ, ഓരോരുത്തരെടുത്തോ. അതല്ല വായിച്ചു തരാനാണോ? ഞാൻ വായിച്ചു. നമുക്ക് ആദ്യം ഡയറക്ടേഴ്സിന് കൊടുക്കണോ? ഡൗട്ട് ഉണ്ടെങ്കിൽ ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ്. അങ്ങോട്ട് പോട്ടെ. അശ്വിനാണ് അശ്വിൻ വായിക്കാൻ പറ്റിയില്ല ഇതുവരെ. പെട്ടെന്ന് ഞാൻ പറഞ്ഞു ഇല്ല ദൃശ്യം എനിക്ക് ജൂനിയേഴ്സ് മറ്റേ കോളേജിൽ വന്ന പോലെ ഉണ്ട്. നിന്റെ വായിക്കും. ഞാൻ ജനിച്ചില്ലേ ഡയറക്ടർ തുടങ്ങി. ഞാൻ തുടങ്ങി. അപ്പൊ അത് ചോദിക്കണം. എന്ത് ചോദിക്കും, അതിന് ബന്ധമില്ലാത്ത കാര്യങ്ങൾ വേണം മറുപടി. അതാണോ ചോദ്യം? നമുക്ക് എന്ത് ചോദിക്കാം, നിങ്ങൾക്കും ചോദിക്കാം. പക്ഷെ അത് ഞാൻ ചെയ്യാം. അല്ല ശരിക്കും എന്താ ടാസ്ക് എനിക്ക് മനസ്സിലായിട്ടില്ല. അപ്പൊ എനിക്ക് മനസ്സിലാവും. അതായത് ഞാൻ ചോദിക്കുന്നതിന് ഒരു ബന്ധമില്ലാത്ത ആൻസർ വേണം പറയാൻ. ഓക്കെ ഞങ്ങൾ ഇത്ര നേരം അങ്ങനെ പറഞ്ഞോണ്ടിരിക്കും. എന്താ പേര്? തുടങ്ങിട്ടോ? ഇവിടെ തുടങ്ങി. എന്താ പേര്? പേര് നാട്ടില് അങ്ങനെ പേര് നാട്ടിലെ പറയരുത്. എന്താണ് പേര് ഉച്ചക്ക് ഭക്ഷണം കഴിച്ചു. ഇതുപോലത്തെ കുറെ ഗെയിമാണ് അശ്വിൻ കളിക്കുന്നതാണ്. പക്ഷെ അതിലവൻ സ്റ്റാറാ. അത് അശ്വിൻ ചേട്ടൻ ചോദിക്കും. ചാനലിൽ സ്പീഡിൽ ചോദിക്കും. എന്താ പേര്? എനിക്ക് ഈ കളി ഭയങ്കര പ്രശ്നം. ഓക്കെ ഓക്കെ ഓക്കെ. എന്താ ഭക്ഷണം കഴിച്ച്? നാളെ രാവിലെ പോവാം. വീട്ടിലാരൊക്കെ ഉണ്ട്? നല്ല മഴയും നടന്നല്ലേ. പശുവിന്റെ വിസർജ്യ അവസ്ഥ ഉണ്ട്. പട്ടിക്ക് സുഖമില്ലെന്ന് തോന്നുന്നു. ഉച്ചക്ക് എന്താ കഴിച്ചത്? പോയി നിങ്ങളിൽ ഒരാളെ പൊക്കി പറഞ്ഞുകൊണ്ട് കുറ്റം പറയുക. അതായത് ആൾക്ക് ഫീൽ ചെയ്യരുത്. അതായത് നമ്മൾ നല്ല കാര്യം പറയുന്ന പോലെ ആയിരിക്കണം പറയേണ്ടത്. പക്ഷെ പറയണേ ആ സാധനം അല്ല നല്ല അശ്വിൻ അശ്വിനെ കുറിച്ചാണ് നല്ല കാര്യം. അല്ല അശ്വിനെ വെച്ചിട്ട് ഇപ്പൊ അതിനെ കുറ്റായിട്ടൊന്നും പറയാനില്ല. ശരിക്കും അശ്വിൻ ഞാൻ തരാം എന്ത് പറഞ്ഞ കുറ്റമില്ല. എനിക്ക് തോന്നുന്നു ഞാൻ അവനെ ആദ്യം കാണുന്നത് സ്റ്റേജ് പ്രോഗ്രാമിലാണ്. ഇവന്റെ സ്റ്റേജ് പ്രോഗ്രാം പറഞ്ഞാൽ എന്റെ വീട്ടുകാരൊക്കെ ഇരുന്ന് എല്ലാവരും ഇരുന്ന് കാണും, ഒരുമിച്ചിരുന്ന് കാണും. പക്ഷെ എന്താണെന്ന് അറിയില്ല, ഇവന്റെ വരുമ്പോ പെട്ടെന്ന് ചാനൽ മാറ്റും, കുട്ടികളൊക്കെ പെട്ടെന്ന് ചാനൽ മാറ്റും വേറെ ചാനൽ. പക്ഷെ ഞാൻ തിരിച്ച് ഇങ്ങോട്ട് തന്നെ വരും. പക്ഷെ എന്താ എനിക്ക് ഭയങ്കര എന്റർടൈൻമെന്റ് ആയിട്ട് തോന്നാറുണ്ട്. ഇവന്റെ അമ്മയുള്ള ഷോ ഒക്കെ അടിപൊളിയാ. പക്ഷെ എന്താന്നല്ലേ കുട്ടികൾ വരുമ്പോൾ ചാനൽ അപ്പൊ ഞാൻ വീണ്ടും തിരിച്ച് എന്നെ വെച്ചിട്ട് കാണും. മനസ്സിലായിട്ടേ ഇല്ല ഗെയിം. കൂട്ടത്തിൽ ഒരാളെ ഇമിറ്റേറ്റ് ചെയ്യുക. ഒരാളെ അല്ലല്ല കണ്ടില്ല, കിട്ടിയില്ല. സൂം ചെയ്ത് കാണിച്ചേരി. മാനേഴ്സ് എന്തെങ്കിലും ഒരാളെ നിന്ന് കാണിക്കും. കാണിച്ചു. ഞാൻ ദൃശ്യ, നീ അശ്വിൻ എന്താവും കാണിച്ചെന്നൊക്കെ അറിയാമല്ലോ. എന്റെ അടുത്ത് വന്നിട്ട് നിനക്ക് ഹൈറ്റ് ഭയങ്കര കുറവാട്ടാന്ന്. എന്നിട്ട് ഞാൻ നോക്കുമ്പോഴേ ഇവൻ എന്നീ നിന്ന് അപ്പൊ ഇവന് എന്റെക്കാൾ ഹൈറ്റ് കുറവുണ്ട്. എന്നിട്ടാണ് ഇവൻ പറയണേ ഇടി നിന്നെ കാണുന്ന പോലെയല്ല, നീ ഭയങ്കര ഹൈറ്റ് കുറവാണ്. എന്നിട്ട് അപ്പൊ ഞാൻ നോക്കുമ്പോ ഇങ്ങനെ നടക്കണു, ഇങ്ങനെ നടക്കണത് ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ. അത് ശരി കാണിച്ച ഇതൊരു ഉത്തര ദൈവമേ മാ എന്ന അക്ഷരം വെച്ച് മാത്രം സംസാരിക്കും. എന്നോട് ചോദിച്ചോ. സുഖാണോ? അധികം
നല്ല ഷർട്ട് എവിടുന്നാ വാങ്ങിയേ? മിന്നാരൻ തുണിക്കട. ഞാൻ ചേട്ടൻ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട്, മുന്നേ എപ്പോഴൊക്കെയോ ചെയ്തിട്ടുണ്ട്. ഇഷ്ടപ്പെട്ട പാട്ട് ഏതാ? മഞ്ചാടി കുന്നിലിന്നൊരു മൈന പാടി. ലുക്മാ ചേട്ടന്റെ അഭിനയം എങ്ങനെയുണ്ട്? മിടുക്കനാ. അത് ഉള്ളിന്ന് എന്താ പാട്ട് പാടാൻ അറിയാം? മൂളും. മൂളും. ഓക്കെ. എവിടുന്ന് വരുന്നു? മുണ്ടക്കയം. അവിടെ ആരെവിടാ? മുണ്ടക്കയം അവിടെ ആരെവിടാ? മാമന്റെ. നീ കോഴിക്കോടല്ലേ? മാമന്റെ വീട്ടിൽ നിന്ന് വരുന്നേ. എങ്ങനെയാ വന്നേ? എങ്ങനെയാ ഇങ്ങോട്ട് വന്നേ? മാമന്റെ ബസ്സിൽ. അവൻ പറയാൻ വന്ന് മോട്ടോർ ബസ്സിൽ അല്ല, ഞാൻ വേറെ എന്തോ, ഞാൻ മോട്ടോർ ബൈക്കിൽ തോറ്റ്. ആര് ചേട്ടൻ തെറ്റി? നിങ്ങൾ തെറ്റി. പിന്നല്ലാതെ എന്നാ വാ. ഞാൻ ചോദിക്കാം. അല്ല ഇവിടെ ഇരിക്കും, അവൻ ചോദിക്കും. ഇയാണ്ടിരിക്കും. അത് കൊള്ളാം. സിമ്പിൾ. അല്ല എങ്ങനെയായിരുന്നു എന്റെ അടുത്ത് ചോദിച്ചാൽ ആര് പറയുന്നത്? നിന്നോട് ചോദിച്ചാ നീ, നിന്നോട് ചോദിച്ചാ നീ. ഓക്കെ. നിന്റെ പേരെന്താ? ദൃശ്യം. അവിടെ നീ പറയരുത് ഇപ്പൊ. എന്താ പറഞ്ഞാലേ? മനസ്സിലായോ? ആ ഓക്കെ. ഇങ്ങനെ മറുപടി പറയരുത്. കണ്ടോ, അപ്പൊ പറയാൻ പാടില്ല. മനസ്സിലായില്ലേ? ഓക്കെ. എന്താ പേര്? സുധീഷ്. വീട് എവിടെയാ? ആവോ. ഗൗതം ഔട്ട്. ഞാൻ ഔട്ടായാ? ഔട്ടായി. കാരണം ഇവനോട് ചോദിക്കുമ്പോ ഗൗതം ഉത്തരം പറയണ്ടേ? ഗൗതം ഓക്കെ. എന്താ പേര്? സുധീഷ്. എന്താ? ഞാൻ ഔട്ടായില്ലേ? അല്ല, വീണ്ടും തുടങ്ങിയ വീട് ആദ്യം മുതൽ തുടങ്ങി. ഫസ്റ്റ് അങ്ങനെ പറ. എന്താ പേര്? ലുക്മാൻ. ഔട്ട്. ചൂണ്ടി പറഞ്ഞില്ലേ? സോറി ഒന്നുകൂടി. ഓക്കെ. നിന്റെ പേരെന്താ? സുധീഷ്. ഏതാ നാട്. എങ്ങനെ? ഔട്ട്. ഗൗതം ഔട്ട്. ഞാൻ നാട് പറഞ്ഞില്ലേ? ഇപ്പൊ ഔട്ടായി. ഇനി മൂന്നാളെ വിന്നർ ഉണ്ടാക്കാം. ഇനി മൂന്നാളുള്ളേ. ആരൊക്കെയാണ്? ലുക്കു, ദൃശ്യ. ഓക്കെ, മൂന്നാള്. എന്താ പേര്? ദൃശ്യം. വീട് എവിടെയാ? കോഴിക്കോട്. ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 1ാം ക്ലാസ്സിൽ. ഏതാ? 1ാം ക്ലാസ്. റിപ്പീറ്റ് ചെയ്താൽ പറയാൻ പാടില്ല. ഔട്ട്. എന്തേ? ദൃശ്യ ഔട്ടായ? എങ്ങനെ? ദൃശ്യ ഔട്ടായി. ഇല്ല, ഇല്ല, ഔട്ട്. എന്നെ പറ്റിക്കാൻ പറ്റൂല. എങ്ങനെ? എന്താ ദൃശ്യം ഔട്ടോട്? വീട്ടിലാരൊക്കെ ഉണ്ട്? അച്ഛൻ, അമ്മ, ചേച്ചി. വേറെ വേറെ ആരുമില്ല. ഞാൻ. ഇതേതാ സിനിമ? ഇത് അതിഭീകര ഇഷ്ടപ്പെട്ട നടൻ ഏതാ? മമ്മൂട്ടി. ഇഷ്ടപ്പെട്ട നടി? ഫിലോമിന. ഔട്ടായി. ഇങ്ങനെ ഔട്ടാവാനോ? അല്ല, അവൾ ഔട്ടായി. ഇല്ല ഏ ഇല്ല. ഔട്ടായിന്ന്. എങ്ങനെ? എടാ, ഞാൻ എന്നോട് ചോദിച്ചോ? ഇല്ല. എന്നോട് ഈ ഉത്തരം പറഞ്ഞില്ലല്ലോ. ഞാൻ പറഞ്ഞല്ലോ. നീയാ പറയേണ്ടത്. അന്ന് ഔട്ട്. ദൃശ്യ ഔട്ട്. എങ്ങനെ ഔട്ട്? ദൃശ്യ ഔട്ടായ നിങ്ങൾ രണ്ടാള്. നീ ഇപ്പുറത്തേക്ക് മാറിയിരിക്കും. രണ്ടാള് മാത്രമേ. ഞാൻ ചത്താൻ ഉള്ളി ലിപ്പ് മൂവ് ചെയ്ത് ഇങ്ങോട്ട് മാറിയിരിക്കും. ലിപ്പ് സൗണ്ട് വന്നില്ലല്ലോ. ലിപ്പ് എനിക്ക് ഇല്ലല്ലേ, ഈ മൂവ് ഇങ്ങോട്ട് മാറിയിരിക്കും. ഇങ്ങോട്ട് മാറ്. ഉടൈപ്പ്. ടൈപ്പ് എന്നൊക്കെ. രണ്ടാള്. എന്താ പേര്? ലുക്മാൻ. വീട് എവിടെയാ? കണ്ണൂർ. ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 7. 1 എത്രയാ? 2. 2 4. തോറ്റ്. എങ്ങനെ നോക്ക്? നീ ഇപ്പൊ തോറ്റ്. ഞാൻ തോറ്റിട്ടു. ഉത്തരം പറഞ്ഞിട്ടില്ല. എന്തിന്? ഔട്ട്. ലുക്ക് ഔട്ടായി. ഔട്ടായിട്ടില്ല. അപ്പൊ ശരിക്കും ഔട്ടായി. എങ്ങനെ? അല്ലല്ല, അപ്പൊ ശരിക്കും ഔട്ടായി. ഡിലേ എടുത്തില്ലേ? ലുക്ക് ഔട്ടായി എന്ന് പറഞ്ഞ എത്ര സമയം എടുത്തു? ഓക്കേ ഗായ്സ്. ഓക്കെ, ഫൈൻ. നമ്മളവിടെ തന്നെ ഇതൊന്നല്ല, ഒരു ഗെയിം നല്ല ഇഷ്ടം പോലെ ഗെയിമാണ്. അതായത് ഇങ്ങനെയുള്ള എന്റർടൈനിങ് പരിപാടികളും വെച്ചിട്ടാണ് നമ്മൾ അല്ല, അതിന്റെ ഒക്കെ റിസൾട്ട് പടത്തിലുണ്ട്. പടത്തിലുണ്ട്. ഭയങ്കര ഒരു കണക്ട് എല്ലാരും അങ്ങോട്ട്. ഇതിലിപ്പോ അങ്ങനെ ഒരു കാറ്റഗറി ഒന്നും ഇല്ല അങ്ങനെ നമുക്ക് അങ്ങനെ ഇല്ല. ഈ പടം മൊത്തത്തില് നമ്മൾ എടുക്കുമ്പോൾ ആസ് എ പ്രൊഡക്ഷൻ കമ്പനി പിങ്ക് ബൈസൺ സ്റ്റുഡിയോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പോലും നമ്മൾ അങ്ങനെ ക്രൈറ്റീരിയ വൈസ് അങ്ങനത്തെ പരിപാടി ഒന്നുമില്ല. എല്ലാവരും ഈക്വലാ. അപ്പൊ എല്ലാവരും ഒരുപോലെയാ. അങ്ങനെയാണ് നമ്മൾ ട്രീറ്റ് ചെയ്തിട്ടുള്ളത്. അത് ഓൾറെഡി ഇപ്പൊ മലയാള സിനിമയിലെ ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ലൈഫിൽ ചെയ്ത സിനിമയില് നല്ലൊരു പാട്ട് കിട്ടാന്ന് പറയുന്ന എല്ലാ ആർട്ടിസ്റ്റും പറഞ്ഞിട്ടുണ്ട് ഭയങ്കര ആഗ്രഹമാണ്. ആൻഡ് അടിപൊളി പാട്ട് ഞങ്ങളൊക്കെ റീൽ ചെയ്യാൻ വേണ്ടി ഇപ്പഴേ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അല്ല, ഈ പാട്ടില് 2 പാട്ടിന്റെ ലിറിക്സ് എഴുതിയത് നമ്മുടെ കൂടെ അഭിനയിച്ച കാർത്തിയാണ്. ഇനി ഇറങ്ങാൻ പോണ അടുത്ത പാട്ടിന്റെയും കാർത്തിയാണ്. വന്നില്ലെങ്കിലും പറയാൻ പറഞ്ഞു. പക്ഷെ ഗംഭീര പാട്ടാണ്. നിങ്ങളിലൂടെ ഞങ്ങൾ മറ്റേ ഇല്ലാത്ത കാമുകനൊക്കെ ഓർത്തിട്ട് റൊമാൻസിലേക്ക് പോകുന്നു. ഇല്ലാത്ത കാമുകനല്ലേ? അറിയിക്കണം. പിന്നെ ഇതിന്റെ മ്യൂസിക് ഡയറക്ടർ ബിബിൻ അശോകാണ്. നമ്മുടെ ഇപ്പൊ റീസെന്റ് ഓണം മൂഡ് പാട്ട് സാഹസം പടം ചെയ്ത ബിബിൻ അശോകാണ്. പിന്നെ ഇതിന്റെ DOP ശ്രീരാം ചന്ദ്രശേഖരനാണ്. ശ്രീരാം നാട്ട്. അതെ. നിങ്ങളുടെ ഓരോ അപ്ഡേറ്റ്സ് വരുമ്പോഴും ഞങ്ങൾക്ക് പ്രതീക്ഷയാണ്. കാരണം അല്ല, ഇത് ആക്ച്വലി ഒരു പറഞ്ഞ പോലെ ഭയങ്കര അത്ഭുതം ഉണ്ടാക്കുന്ന ഒരു ട്വിസ്റ്റ് ആൻഡ് ടേൺ ഉണ്ടാക്കുന്ന സിനിമ ഒന്നുമല്ല.
ഒരു ഒത്തിരി ക്ലീശേ കണ്ട സബ്ജക്റ്റ് തന്നെയാണ് ആക്ച്വലി നോക്കിയാൽ. ഒരു പ്രണയം, ഒരു കാമുകൻ എന്നൊക്കെ പറഞ്ഞാൽ ക്യാമ്പസ് ലൈഫ് എന്നും പ്രണയത്തിന് ഒരു ക്രിഞ്ച് സ്റ്റൈലുണ്ട്, തീർച്ചയായും ഒരു പൈങ്കിളിയാണ് എന്നും. എത്ര കാലഘട്ടം മാറിയാലും എന്ത് മാറിയാലും പ്രണയത്തിനകത്തൊരു പൈങ്കിളി ഉണ്ട്. സത്യം. അപ്പോൾ മാത്രമല്ല എല്ലാവരുടെ ലൈഫിലുണ്ടാവും ഒരു പ്രണയം ഉണ്ടാവും, ഒരു ഉഗ്രം പ്രണയം ഉണ്ടാവും. അതിനുശേഷം പല രീതിയിൽ ഡൈവേർട്ടായി അലമ്പായി പോയവരുണ്ടാവും, ബ്രേക്കപ്പ് ആയവരുണ്ടാവും. ബ്രേക്കപ്പ് ആയതിനു ശേഷം വേറെ എന്ന് പറയുന്ന പോലെ ഉണ്ട്. സിനിമയെ പറ്റി ആരെങ്കിലും ഇതില് ഈ ഇന്റർവ്യൂല് ഫുൾ ഗെയിമാ. വളരെ രസമുണ്ടായി. അങ്ങനത്തെ ഒരു പരിപാടിയാണ്. അപ്പോൾ ഫാമിലി ആയിട്ടൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് രസമായിട്ട് കണ്ടിരിക്കാൻ പറ്റിയ നല്ല സിനിമയായിരിക്കും. അതായത് ഇപ്പോൾ ക്ലീൻ യു സർട്ടിഫൈഡ് പടമാണ് നമ്മുടെ. അതെ, അപ്പോൾ നമ്മൾ ഇത് എടുത്തിട്ടുള്ളതും അതുപോലെ തന്നെയാണ്. കുഞ്ഞു കുട്ടിയോട്ടുള്ള എല്ലാവർക്കും കാണുന്ന പടമാണ്. അതുപോലെ ഈ പറഞ്ഞ യൂത്തിന് ഭയങ്കരമായിട്ട് ഒരു ഏരിയ ഭയങ്കരമായിട്ട് ബൂസ്റ്റ് ചെയ്യാവുന്ന ഏരിയ ആണ്. അതുപോലെ കുറച്ച് എൽഡേർലി ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ട് ഇങ്ങനെ ആസ്വദിച്ചിരിക്കാനും ഇത് ഈ പടം കാണുമ്പോൾ എല്ലാ കാറ്റഗറി ആൾക്കാർക്കും അതിൻ്റെതായിട്ടുള്ള ഒരു ഫീൽ ക്രിയേറ്റ് ആവും. അത് ഈ പടം കണ്ടവരും അങ്ങനെ തന്നെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. ഇത് കാണാൻ പോണവർക്കും നമ്മൾ കൊടുക്കാൻ പോണ ഒരു എന്താ പറയുക ഒരു ആൻസറാണ് അത്. അതെ, ഞങ്ങൾ കാത്തിരിക്കുകയാണ് നവംബർ 14 സിനിമ തിയേറ്ററിൽ വെച്ച് തന്നെ കാണാൻ. ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ ഒക്കെ ഉണ്ടാവും. അപ്പോൾ എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക്സ് a lot.